അയാൾ കണ്ണുകൾ എന്നിൽ തറപ്പിച്ച്, താങ്കൾ വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. താങ്കൾ സിവിൽ സർവീസ് എഴുതി ജയിച്ചിരിക്കുന്നു. അയാൾ എന്നെ നോക്കി, നിങ്ങളിതാ ഇവിടെ വന്നിരിക്കുകയും ചെയ്യുന്നു. ഞാൻ ചലനമില്ലാത്ത മുഖത്തോടെ എനിക്കൊരു വലിയ മനുഷ്യന്റെ സഹായം കിട്ടിയെന്ന് പറഞ്ഞു. അയാൾ പുഞ്ചിരിയോടെ, അംബേദ്കറിന് കിട്ടിയതുപോലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ സാർ, അംബേദ്കറിന് കിട്ടിയതുപോലെ തന്നെ. ഏതാനും സെക്കൻഡുകൾ നിശബ്ദത. മൂന്നാമത്തെയാൾ എന്നോട് ഇനിയൊരു ഊഹച്ചോദ്യം. നിങ്ങൾ ഓഫീസറായി പണിയെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിധി പറയേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്ത് ഒരു നായാടിയും ഇരുന്നാൽ നിങ്ങൾ എന്തു തീരുമാനമാണ് എടുക്കുക? എൻ്റെ ചോര മുഴുവൻ തലയ്ക്കകത്തേക്കു കയറി. കണ്ണുകളിൽ, കാലുകളിൽ, വിരൽത്തുമ്പുകളിലൊക്കെ ചൂടുള്ള ചോര ഇരച്ചു പാഞ്ഞു. മറ്റുള്ളവരും ആ ചോദ്യം കൊണ്ട് ഉന്മേഷവാന്മാരായി എന്ന് കസേരകൾ അനങ്ങിയതിലൂടെ ഞാൻ മനസ്സിലാക്കി. ഞാൻ പറയേണ്ട ഉത്തരം ഏതാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ അപ്പോൾ ഞാൻ ഓർത്തത് സ്വാമി പ്രജാനന്ദയെയാണ്. ഉറച്ച ശബ്ദത്തിൽ, സർ, ന്യായം എന്ന് വെച്ചാൽ എന്താണ്? വെറും നിയമങ്ങളും സമ്പ്രദായങ്ങളുമാണോ ന്യായത്തെ തീരുമാനിക്കേണ്ടത്? ന്യായം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാതലായി ഒരു ധർമ്മമുണ്ടായിരിക്കണം. ധർമ്മങ്ങളിൽ ഏറ്റവും വലുത് സമത്വം തന്നെ. അതാണ് ഏറ്റവും വിശുദ്ധമായത്. ഒരു നായാടിയെയും മറ്റൊരു മനുഷ്യനെയും രണ്ടു വശത്തും നിർത്തുകയാണെങ്കിൽ സമത്വം എന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷണം തന്നെ നായാടി അനീതിക്കിരയായവനായി മാറിക്കഴിഞ്ഞു. അവൻ എന്തു ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ്. ശരീരങ്ങൾ അയഞ്ഞപ്പോൾ കസേരകൾ പിന്നെയും ശബ്ദിച്ചു. ചോദിച്ചയാൾ ഒന്ന് മുന്നോട്ടാഞ്ഞ്, അതൊരു കൊലപാതകമാണെങ്കിലോ? മിസ്റ്റർ ധർമ്മപാലൻ, കൊലപാതകമാണെങ്കിൽ നിങ്ങൾ എന്തു പറയും? അപ്പോൾ എനിക്കത് പറയാതിരിക്കാനായില്ല. സർ, കൊലപാതകം തന്നെയാണെങ്കിലും ഒരു നായാടി തന്നെയാണ് നിരപരാധി. അവനോട് തന്നെയാണ് അനീതി കാട്ടിയിട്ടുള്ളത്. നായാടിയായി അവർണനായി പിറന്നവൻ ഏത് സമൂഹത്തോടും തന്നോടും പടവെട്ടി ഉന്നത പദവിയിലെത്തിയാലും സമൂഹത്തിന്റെ മനസ്സും തൻ്റെ മനസ്സിലുമുള്ള അവർണത കുടഞ്ഞെറിയാൻ കഴിയില്ല. അതിന് അവന്റെ സാമൂഹ്യ പരിസരം സമ്മതിക്കില്ല എന്ന ക്രൂരമായ യാഥാർത്ഥ്യം IAS ഓഫീസറായ ധർമ്മപാലൻ എന്ന നായക കഥാപാത്രത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ് ജയമോഹൻ. ജീവിതത്തിലെ കഠിനമായ പരീക്ഷകൾ കഠിനമായി തന്നെ മറികടന്ന ഒരു IAS ഓഫീസർ ജയമോഹനനോട് പറഞ്ഞ ജീവിതത്തിൻ്റെ കഥാരൂപമാണ് ഇത് എന്നുകൂടി തിരിച്ചറിയുമ്പോൾ ഖനം നിറഞ്ഞ ഹൃദയത്തോടെ വായനക്കാരനെ വായിപ്പിക്കുന്ന ഗംഭീര നോവൽ. അതാണ് 100 സിംഹാസനങ്ങൾ.